കരിപ്പൂർ വിമാനത്താവളത്തിൽ വ്യാജ ബോംബ് ഭീഷണി. ഷാർജയിലേക്കുള്ള എയർ അറേബ്യ വിമാനത്തിനാണ് ഭീഷണി സന്ദേശത്തെ തുടർന്ന് 5 മണിക്കൂറോളം വിമാനം വൈകി. വിവരങ്ങളുമായി അരുൺ അമർനാഥ് ചേരുന്നുണ്ട്. അരുൺ, ഈ വ്യാജ സന്ദേശം എവിടെ നിന്നാണ് വന്നത്? അത് സംബന്ധിച്ച് അന്വേഷണമൊക്കെ നടക്കുന്നുണ്ടോ? ഈ യാത്രക്കാരുടെ കാര്യം കഷ്ടത്തിലായാലേ, 5 മണിക്കൂർ ചെറിയ സമയമല്ല. അതെ മോത്തി, ഒരു യാത്രക്കാരൻ തന്നെയാണ് നമ്മളെ വിമാനം വൈകുന്ന വിവരം ആദ്യം അറിയിച്ചത്. 4:10 പുറപ്പെടേണ്ട എയർ അറേബ്യ വിമാനമാണ് ഷാർജയിലേക്കുള്ളത്. അങ്ങനെ യാത്രക്കാർ വിമാനത്തിനകത്ത് പ്രവേശിച്ചു കഴിഞ്ഞു. കുറേ പേര് ബോർഡിങ്ങിലേക്ക് കയറുന്ന സമയമായിരുന്നു. അപ്പോഴാണ് ഈ യാത്രക്കാരെ തിരിച്ച് വിമാനത്തിൽ നിന്ന് ഇറക്കി ഒരു പ്രത്യേക സ്ഥലത്തേക്ക് മാറ്റുകയാണ് ഉണ്ടായത്. എന്താണ് കാര്യമെന്ന വിശദീകരണമൊന്നും യാത്രക്കാരോട് ആദ്യം പറഞ്ഞിരുന്നില്ല. സുരക്ഷാ പ്രശ്നമാണെന്ന് മാത്രമാണ് ആദ്യം അറിയിച്ചത്. സംഭവം ഈ ഒരു എയർപോർട്ടിലെ ഒരു സീറ്റിനടിയിൽ നിന്ന് ഇംഗ്ലീഷ് എഴുതിയ ഒരു കുറിപ്പാണ് കിട്ടിയത്. ബോംബ് ഭീഷണി അടങ്ങുന്ന സന്ദേശം അടങ്ങുന്ന ഒരു കുറിപ്പ് കിട്ടുകയാണ് ഉണ്ടായത്. അങ്ങനെ CISF എത്തി, ഡോഗ് സ്ക്വാഡൊക്കെ എത്തി പരിശോധന നടത്തി ഈ ഭീഷണി വ്യാജമാണെന്ന നിഗമനത്തിലെത്തുകയാണ് ഉണ്ടായത്. യാതൊരു സുരക്ഷാ പ്രശ്നവുമില്ല, ആശങ്കപ്പെടേണ്ട സാഹചര്യം എന്തായാലും ഇല്ല എന്നാണ് എയർപോർട്ട് അധികൃതർ എന്തായാലും അറിയിക്കുന്നത്. എന്തായാലും ഈ സുരക്ഷാ പരിശോധനയൊക്കെ പൂർത്തിയാക്കിയതിനു ശേഷം വിമാനം പുറപ്പെടും എന്നുള്ളത് തന്നെയാണ് നമുക്ക് എന്തായാലും ലഭിക്കുന്ന വിവരം. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നുള്ളത് തന്നെയാണ് CISF-ഉം എയർപോർട്ട് അധികൃതരും ഒക്കെ അറിയിച്ചിരിക്കുന്നത്. മോത്തി. ശരി അരുൺ, ഇപ്പോൾ നമുക്ക് യാത്രക്കാരൻ ഡോക്ടർ നവീൻ ചേരുന്നു. ഒപ്പം നവീൻ, ഗുഡ് മോർണിംഗ്. രാവിലെ യാത്രയ്ക്ക് എത്തിയപ്പോഴാണോ ഈ സംഭവം ഉണ്ടായത്? ഇനി എപ്പോഴത്തേക്ക് പുറപ്പെടാൻ കഴിയുമെന്നാണ് അധികൃതർ ഉറപ്പ് നൽകുന്നത്? ഹലോ, ഗുഡ് മോർണിംഗ്. ഇപ്പോഴും അത് സെർട്ടേൺ അല്ല എത്ര മണിക്കാണ് അവർ ഷെഡ്യൂൾ ചെയ്തിട്ടില്ല. ഇപ്പോഴും ഫ്ലൈറ്റ് 4:10 പോകേണ്ട ഫ്ലൈറ്റ് ആണ്. എല്ലാവരും ഒരു 3 മണിക്കൂർ മുന്നേ എത്തിയ കുട്ടികളും സ്ത്രീകളും എല്ലാവരും ഉണ്ടായിരുന്നു. ഞങ്ങൾ ബ്രിഡ്ജിന്റെ അടുത്ത് എത്തിയതിനു ശേഷമാണ് അവിടെ അവർ പറഞ്ഞു കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ 1 മണിക്കൂറിലധികം ഞങ്ങളെല്ലാവരും ആ ബ്രിഡ്ജിലും വെയിറ്റ് ചെയ്ത് കുറേ പേര് ഫ്ലൈറ്റിന്റെ ഉള്ളിലും കയറിയിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടുന്ന് ആ ബ്രിഡ്ജിൽ നിന്ന് കുറേ പേര് 1 അവറിന് ശേഷം നിന്ന് കുറേ സ്വദേശികളും വിദേശികളായിട്ടുള്ള ആളുകളുണ്ടായിരുന്നു, കുട്ടികളുണ്ടായിരുന്നു, സ്ത്രീകളുണ്ടായിരുന്നു. അവരൊക്കെ ശരിക്കും എല്ലാവരും ബുദ്ധിമുട്ടിലായി. അവരെ എല്ലാവരും ഹാളിലേക്ക് മാറ്റി. പിന്നെ CISF-കാർ വന്ന് അവരെ കാവലൊക്കെ നിന്ന്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എയർപോർട്ട് അതോറിറ്റിക്കാർ വെള്ളമൊക്കെ കൊണ്ടുതന്നു. പിന്നെ ആളുകൾക്ക് വിശക്കാൻ തുടങ്ങി 2 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴേക്ക്. അങ്ങനെ എല്ലാവരും റിക്വസ്റ്റ് ചെയ്ത് പിന്നെ ഫുഡിനുള്ള കാര്യങ്ങളൊക്കെ അവർ സഹകരിച്ചു. അതിനുള്ള ഏർപ്പാടൊക്കെ ആക്കി. ഇപ്പം വീണ്ടും ഞങ്ങളെല്ലാവരും ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് വീണ്ടും സെക്യൂരിറ്റി ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞ് എല്ലാവരും വീണ്ടും ഗേറ്റിന്റെ അടുത്തേക്ക് മൂവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും അറിയില്ല എപ്പോഴാണ് ഫ്ലൈറ്റ് മൂവ് ചെയ്യുക. എന്തായാലും ഇതൊരു വ്യാജ ഭീഷണിയാണെന്നാണ് ഇപ്പം അറിയാൻ കഴിഞ്ഞത്. പക്ഷേ ആദ്യം ഒരു 4-5 മണിക്കൂർ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്താ സംഭവിച്ചത്. ഇതായിരുന്നു സിറ്റുവേഷൻ. ശരി ഡോക്ടർ നവീൻ, ഒപ്പം ചേർന്നതിന് നന്ദി. യാത്രക്കാരനായ ഡോക്ടർ നവീനാണ് നമ്മളോട് ഈ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചത്. അരുൺ അമർനാഥും കാര്യങ്ങൾ നമ്മളോട് പങ്കുവയ്ക്കുകയുണ്ടായി. അതനുസരിച്ച് എയർ അറേബ്യയുടെ കരിപ്പൂരിൽ നിന്നും ഷാർജയിലേക്കുള്ള വിമാനത്തിലാണ് ബോംബ് ഉണ്ട് എന്ന വ്യാജ ഭീഷണി സന്ദേശം ലഭിക്കുന്നതും തുടർന്ന് ഇത്രയും മണിക്കൂറുകൾ വൈകുന്നതും. ഇപ്പോഴും എപ്പോഴാണ് അടുത്ത വിമാനം ഷാർജയിലേക്ക് പോവുക എന്നത് സംബന്ധിച്ച ഒരു സ്ഥിരീകരണം യാത്രക്കാർക്ക് ലഭിച്ചിട്ടില്ല. പക്ഷേ അധികൃതർ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു. ഇത്രയും മണിക്കൂർ അവിടെ ചെലവിടേണ്ടി വന്നതിൽ, വൈകിയതിൽ എന്നാണ് യാത്രക്കാരനായ ഡോക്ടർ നവീനും പറയുന്നത്.